ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ കുറേ ആൾക്കാർ നമ്മൾ Q&A ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റ്. അപ്പോൾ അതിൽ വന്ന ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോസിലും ഷോർട്സിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളെ കുറിച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം നമുക്കിന്ന് കൊടുക്കല്ലേ. കുറെ ആൾക്കാര് കമന്റിലൂടെ കേട്ടോ ചോദിച്ചത് നമ്മള് വിശേഷങ്ങളൊക്കെ. അപ്പൊ ആദ്യം തന്നെ ചോദിച്ചത് പേര് ഫുൾ നെയിം എന്താണ് ആഷിക, നിങ്ങളെ പ്ലേസ് എവിടാണ്, പിന്നെന്താണ് ഈ ജോബ് എന്താണ്, ഏജ് എത്രയാണ്? നമ്മളെ ഫുൾ നെയിം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പേര് ആഷിറുന്നു. എന്റെ പേര് ഹിബ ഫാത്തിമ. അതന്നെയാട്ടോ നമ്മളെ ചാനലിൽ നമ്മൾ പേരിട്ടത്. പിന്നെ നമ്മളെ പ്ലേസ് എന്ന് പറയുന്നത്, പിന്നെ വേറെ കാര്യമുണ്ട്, ഇവളെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് പൂവി എന്നാണ്. അതിപ്പോ ഈ ചാനൽ തുടങ്ങിയതിനു ശേഷം എല്ലാരും ഹിബ എന്ന് കേട്ടിട്ട് ഇപ്പൊ ഹിബ തന്നെ വിളിക്കുന്നത്. മറ്റേ പേരെല്ലാരും എടുത്ത് മറന്നുപോയി. ശരി, ചെറുപ്പം മുതലേ അവൾക്ക് ഉള്ള പേര് പൂവി എന്നാട്ടോ. വീട്ടിലൊക്കെ ഉമ്മയും വാപ്പൊക്കെ വിളിക്കുക പൂവി എന്നാ. ഇവിടെ വന്നതിന് ശേഷമാണ് ആ പേര് ഒന്നായിട്ട് മാഞ്ഞുപോയി. ഇവിടെ വീട്ടിലും വിളിക്കുക ഹിബ എന്ന്, പക്ഷെ എന്റെ വീട്ടിൽ പോയാലും എല്ലാരും പൂവി തന്നെ വിളിക്കും. നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം പിന്നെ എല്ലാരും ഹിബത്താ വിളിക്കുന്നത്. പിന്നെ പ്ലേസ് വരുന്നത് നമ്മള് പാവങ്ങാടാണ് വരുന്നത്. എന്റെ സ്വന്തം വീട് അത്തോളിയാണ്. ഞാൻ പാവങ്ങാടാണ് വരുന്നത്. പിന്നെ എന്താണ് ആഷിക നിങ്ങളെ ജോബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 3 കൊല്ലത്തോളം ഖത്തറിലായിരുന്നു. അവിടെ ഒരു മീഡിയയില് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു വർക്ക് ചെയ്തത്. അതിനുശേഷം ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ മീഡിയ ഫീൽഡിൽ തന്നെയാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ നമ്മള് ആദ്യം ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു, ഒരു കപ്പിൾസ് വ്ലോഗുമായി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം യൂട്യൂബിൽ. ഭയങ്കര ഇൻട്രസ്റ്റ് ചാനൽ തുടങ്ങണം എന്നൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ വിചാരിച്ചിരുന്നു ആദ്യം. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുഴപ്പമില്ലാത്ത ഗ്രോത്ത് ഒക്കെ മാഷാഅല്ലാഹ് കിട്ടുന്നുണ്ടല്ലേ. പിന്നെ എന്താണ് നിങ്ങളെ യൂട്യൂബ് ചാനല് തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ? ആരാണ് ഇൻസ്പിറേഷൻ? അങ്ങനൊന്നുമില്ല. ശരിക്കും പറഞ്ഞാല് നമ്മള് എന്താ ഇൻസ്പിറേഷൻ ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമായിരുന്നു ഒരു ചാനൽ വേണമെന്നുള്ളത്, ഒരു കണ്ടന്റ് ചെയ്യണം, ഷോർട്സ് ചെയ്യണം, ഭയങ്കര ഇഷ്ടമാണ്, പണ്ടേ ഇഷ്ടമാണ്. അങ്ങനെ ഒരു താല്പര്യം കൂടെ തുടങ്ങി. അങ്ങനെ ഇൻസ്പിറേഷൻ ഒന്നും ഇല്ല. പിന്നെ നമ്മൾ കുറെ വ്ളോഗ്സ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ നമുക്കൊരു താല്പര്യം തോന്നിയപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. മുഹമ്മദ് സ്വാലില്ലേ. അടുത്ത വേറൊരാള് കമന്റിൽ ചോദിച്ചതാണ്, നിങ്ങൾ തമാശ വീഡിയോ ചെയ്യോന്ന് കേട്ടോ. മുഹമ്മദ് സാലി എന്ന് പറഞ്ഞ ആ ആളെന്നെ കൊറേ അയച്ചിട്ടാണ് തമാശ വീഡിയോ. ആക്ച്വലി നമ്മള് തമാശ വീഡിയോ ഒക്കെ കൊറേ ഫസ്റ്റിലൊക്കെ കൊറേ നമ്മള് ചെയ്തിരിക്കണ്. പിന്നെ നമ്മളിങ്ങനെ ഓരോ ഇതിലേക്ക് നമ്മള് തമാശ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ ഒരു ഇമോഷണലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ തമാശ വീഡിയോ ഒക്കെ ചെയ്യും. നമ്മള് നല്ലൊരു കണ്ടന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാല് തമാശ വീഡിയോ എല്ലാം ചെയ്യും. ഇപ്പൊ നമ്മളിങ്ങനെ ചെയ്തു പോകുന്നേ ഉള്ളൂ. പിന്നെ ഏജ് ആണ് പറയേണ്ടത്. വീഡിയോസിലും കുറെ ആൾക്കാർ ചോദിച്ചു ഏജ്. എന്റെ ഏജ് ഇപ്പൊ 29 ആണ്. മെയ് ആയി കഴിയുമ്പോ ചിലപ്പോ 30 ആവും. ചിലപ്പോ 30 ആവും. എന്റെ ബർത്ത്ഡേ ഒന്നാണ്. അപ്പൊ എനിക്കിപ്പൊ കളത്ര പറയാൻ പറ്റൂലല്ലോ. കളത്ര വന്നിട്ടുണ്ടെങ്കിൽ പറയാം ആ കുട്ടി ഇന്റെ കൂടെ പഠിച്ചാണല്ലോ, നമുക്കത് ഇത്രേ ഉള്ളൂ ഏജ് എന്നൊക്കെ പറയാം. എനിക്ക് 25 കിട്ടും. മാർച്ചിൽ 25 കഴിഞ്ഞു. അടുത്ത ബർത്ത്ഡേ കഴിഞ്ഞുള്ളൂ. നമ്മളെ ഇൻസ്റ്റാഗ്രാമില് അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറെ ആളുടെ സംശയമാണ്, നമ്മള് ബ്രദർ ആണോ സിസ്റ്റർ ആണോ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ആണോ, അങ്ങനെ കുറെ ആൾക്കാരെ ചോദിക്കുന്നു കേട്ടോ. നമ്മള് ശരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്. പിന്നെ ചോദിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് എത്ര ഇയർ ആയി? നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് നമ്മളത് 2023 ഓഗസ്റ്റില്. ഇപ്പൊ 2 കൊല്ലം 2 കൊല്ലം ആയിക്കുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സിബ്ലിങ്സോ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഒന്നല്ല, നമ്മള് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ ലവ് സ്റ്റോറി ചോദിച്ചിരുന്നു കുറെ ആൾക്കാർ. അപ്പൊ അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ എന്താ പറയാ അറേഞ്ച് മാരേജ് ആണ്, പക്ഷെ ലവ് സ്റ്റോറി ആണോ വെച്ചിട്ടുണ്ടെങ്കിൽ ലവ് സ്റ്റോറി എന്നും പറയാം. പക്ഷെ അത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഒരു വീഡിയോ തന്നെ ചെയ്യാം. ഇപ്പൊ നമ്മള് അറേഞ്ച് മാരേജ് ആട്ടോ, നമ്മളെ വീട്ടുകാരെ തമ്മിൽ കണ്ട് ഉറപ്പിച്ചത്. പക്ഷെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ അറ്റ് ലാസ്റ്റ് വരുന്ന സമയത്ത് അറേഞ്ച് മാരേജില് അങ്ങനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ അതിനെ പറ്റിയ ഒരു വീഡിയോ നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യണമെങ്കിൽ നമ്മള് കുറച്ചുകൂടി എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം.
പിന്നെ ഇവയുടെ പോസിറ്റീവ് നെഗറ്റീവ് ആഷിക്കാർക്ക് ഭയങ്കര ടാസ്ക്. പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇവിടെ തന്നെ പിരിവ് നിൽക്കേണ്ടതാ. അതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഇപ്പൊ ഞാൻ എനിക്കായിരുന്നു ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ആഗ്രഹമുള്ളത്. അപ്പോൾ ഓള് പിന്നോട്ട് ആ കാര്യത്തിലൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടന്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു. അതേമാതിരി തന്നെ നമ്മൾ രണ്ടും ഒരുമിച്ചാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലേ. പിന്നെയല്ലോ നമ്മളെ ചാനലിന്റെ മൊത്തം നമ്മൾ രണ്ടാളും തന്നെയാണ് എഡിറ്റിങ്ങും സ്ക്രിപ്റ്റ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തല്ലേ. പിന്നെ നെഗറ്റീവ് തന്നെയാണ് നെഗറ്റീവ് കുറിച്ച് പറയാനുള്ള പോസിറ്റീവ് കാര്യങ്ങള്. പോസിറ്റീവ് പറഞ്ഞാൽ ആള് സപ്പോർട്ടീവ് ആണ്. ഭയങ്കര മോശം അവസ്ഥയിൽ പോവാണെങ്കിലും സപ്പോർട്ടീവ് ആണ്. പിന്നെ അങ്ങനെ എന്ത് സാധനം വേണം അന്ന് സാധനം ആണെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നമ്മളെ അവസ്ഥ എന്താണോ നമുക്ക് ഫിനാൻഷ്യലി ഇപ്പൊ ഡൗൺ ആകുമ്പോൾ അതനുസരിച്ച് നിൽക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ എന്തൊരു സിറ്റുവേഷനിലും കൂടെ നിൽക്കുന്ന ആളാണ്. ഇപ്പൊ നമുക്ക് ഫിനാൻഷ്യലി നല്ല രീതിയിലുള്ള സമയത്തായാലും ഫിനാൻഷ്യലി ഡൗൺ ആവുന്ന സമയത്തായാലും എപ്പോഴും ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ലല്ലേ. അപ്പ് ആൻഡ് ഡൗൺ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ഏതൊരു കരിയർ എടുത്താലും അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ അപ്പ് ആവാനുള്ള വഴികൾ നോക്കുക, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതാണല്ലോ. അപ്പൊ ഡൗൺ ആകുമ്പോൾ കൂടെ നിൽക്കും. അതേമാതിരി തന്നെ നമ്മൾ പല സമയത്തും അപ്പൊന്നും ഇല്ല ഡൗൺ ആയ സമയത്ത് അപ്പിലേക്ക് വന്നിട്ടുണ്ടല്ലേ കുറെ കാര്യങ്ങൾക്ക്. നെഗറ്റീവ് ഒന്നില്ല ഗൈസ്. നെഗറ്റീവ് പറയാൻ എനിക്ക് ഒന്നും ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ നെഗറ്റീവ് ഇല്ല. വേറെ ക്വസ്റ്റ്യൻ വന്നിട്ട് ആഷിഖാന്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ താല്പര്യം എനിക്ക് പറയും. വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതായത് ഇതാ, ഞാൻ കണ്ടതിൽ വെച്ച് നിങ്ങൾ അധികവും ചെയ്യുന്നത് ഭയങ്കര റെസ്പെക്റ്റ് ഇല്ലാത്ത ഹസ്ബൻഡ്, പിന്നെ ആഫ്റ്റർ മാരേജ് റിയൽ ലൈഫ് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്ന് അറിയണം. നിങ്ങളുടെ ലൈഫിൽ കടന്നുപോയ കണ്ടന്റ് ആണോ നിങ്ങൾ ചെയ്യുന്നത്? ആണെങ്കിൽ പ്ലീസ് എക്സ്പ്ലെയിൻ വൺ സിറ്റുവേഷൻ. അപ്പൊ സത്യം പറഞ്ഞല്ലേ, നമ്മളെ ലൈഫില് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നു പോയിട്ടില്ല. പിന്നെ നമ്മളെ ഫുൾ വീഡിയോസ് കണ്ടവർക്ക് അറിയാം നമ്മൾ റിലേറ്റബിൾ ആയ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഫണ്ണായി നോക്കുന്നതോ പിന്നെ നമ്മളെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് നമ്മളിപ്പൊ ഈ വീഡിയോ കാണുന്ന ഈ അടി പിടി മിണ്ടാണ്ട് നിക്കല്, പിന്നെ ഇപ്പൊ കൊറേ വീഡിയോസിൽ നമ്മള് ഹസ്ബൻഡ് അങ്ങനാണ് കെയർ ചെയ്യുന്നില്ലല്ലോ അങ്ങനത്തെ തരത്തിലുള്ള കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തേക്കാം. അതൊക്കെ നമ്മള് ഓരോരുത്തരിങ്ങനെ നമുക്കിങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവല്ലോ. മെസ്സേജ് കുറെ അയച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ടോ, ഇങ്ങനത്തെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെന്നൊക്കെ. ഒന്ന് ചെയ്യോ, അങ്ങനെ ഒരു വീഡിയോ ചെയ്യോ, ചെയ്താൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു 3-4 മെസ്സേജ് പേഴ്സണലി വന്നിരുന്നു. ആ രീതിയിലുള്ളൊരു ഇതൊക്കെ. പിന്നെ അതേമാതിരി നമ്മൾ അറിയുന്ന കുറെ ആൾക്കാരെ അനുഭവങ്ങള്, നമ്മളിങ്ങനെ കേട്ടിട്ടുള്ള അറിവുകൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കുറെ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അറിയുന്ന ആൾക്കാരും ഒരു 2-3 ആൾക്കാരും ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചപ്പോൾ നമ്മൾ കറക്റ്റ് അല്ല, എന്നാലും ഏകദേശം അതേമാതിരിയൊക്കെ ചെയ്യാനുള്ള ട്രൈ നടത്തിയിട്ടുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എന്ന് മാത്രമല്ല, നമ്മളിപ്പോ എല്ലാ വീഡിയോസും കാണുന്നവർക്ക് മനസ്സിലാവും നമ്മൾ ഇപ്പൊ കുറച്ച് നല്ല പോസിറ്റീവ് കണ്ടന്റ്സ് കുറെ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യമൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ മെസ്സേജ് വരുന്നു, ഇയാളെ കണ്ട വെറുപ്പാണ്, ഇയാളെ തല്ലിക്കൊല്ലാൻ തോന്നുന്നു, അങ്ങനെ കുറെ തോട്ടിലെറിയാൻ തോന്നുന്നുണ്ട്, പെരുത്ത് കയറുന്നുണ്ട്. ഇപ്പോഴും നമ്മള് ഒരു 3-4 പോസിറ്റീവ് കണ്ടന്റൊക്കെ ചെയ്ത് പിന്നെ നെഗറ്റീവ് ഇടുമ്പോഴേക്ക് വീണ്ടും വരികയാള് പിന്നെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു കണ്ടന്റ് ആയിട്ട് എടുത്താൽ മതി. നമ്മളെ ഒരു ജസ്റ്റ് റിയൽ ലൈഫ് അങ്ങനെയല്ല കേട്ടോ. നമ്മളെ റിയൽ ലൈഫ് അത്യാവശ്യം നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മുന്നോട്ട് പോകുന്നത്. ആഷിക്ക് അങ്ങനെയുള്ള ഒരാളേ അല്ല. ആഷിക്കല്ലോ ഈ രീതിയിൽ എടുക്കും, ഇങ്ങനെ അതിന്റെ മുകളിൽ കൂടുതൽ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ ഒരു ടൈപ്പ് ഒന്നും ഇല്ല. ഇവരെ കുടുംബക്കാരനെ നമ്മൾ ഈ കണ്ടന്റ് ഒക്കെ ചെയ്തതിനു ശേഷം ആള് നേരിട്ടാകുമ്പോ പാവണല്ലോ, വീഡിയോ കാണുമ്പോൾ അടിച്ചൊന്നും കൊടുക്കാൻ തോന്നുന്നു അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമ്മൾ അതൊരു കണ്ടന്റ് ആണെന്നൊക്കെ പറയും. അങ്ങനത്തെ ഉണ്ട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, കമന്റ്സിന് മാത്രമല്ല നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി ടെൽ അബൌട്ട് ആഷിക ഫാമിലി സിബ്ലിങ്സ് ആൻഡ് ഹിബ ഫാമിലി സിബ്ലിങ്സ് ഉണ്ടാ. ഇത് ശരിക്കും പറഞ്ഞല്ലേ, ഇതിന്റെ പേര് ആരാണ് അയച്ചെന്നുള്ള പേര് വായിക്കല് ടാസ്ക് ആട്ടോ. അതാ ഞാൻ പറഞ്ഞേ, ബ്ലഹയോ. എനിക്ക് എന്ന് പറയുന്നത് 2 പെങ്ങന്മാരുള്ളത്. ഒരാളിപ്പോ ലണ്ടനിൽ പഠിക്കാൻ പോയതാണ്, ഒരാളിപ്പോ പ്ലസ് 1 കഴിഞ്ഞ് ഇനിയിപ്പോ +2 ആണല്ലോ. അപ്പൊ വെക്കേഷൻ ഒക്കെ കൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഉമ്മ വാപ്പ. ഉമ്മ ഞങ്ങൾ ചില സമയത്തൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. എന്റെ ഉമ്മയും വന്നിട്ടുണ്ട്, ഇവളെ ഉമ്മയും നമ്മളെ വീഡിയോസിന് വന്നിട്ടുണ്ട്.
വാപ്പ ഇതുവരെ വന്നിട്ടില്ല. വാപ്പ പിന്നെ പണിയൊക്കെ ആയിട്ട് തിരക്കിലായതുകൊണ്ട് പിന്നെ അങ്ങനെ കിട്ടില്ല. നമ്മൾ കണ്ടന്റ് എടുക്കുമ്പോൾ വാപ്പ പുറത്തായിരിക്കും. പിന്നെ രാത്രി വരും. അപ്പൊ നമുക്ക് അധികം നമ്മള് രാത്രി അങ്ങനെ അധികം വ്ലോഗൊന്നും എടുക്കാൻ നിൽക്കില്ല. നമ്മളതെല്ലാം ഒരു ഈവനിങ്ങിന് മുന്നേ നമ്മളെല്ലാം കഴിച്ചു വെക്കും. പിന്നെ എന്റേത് പറഞ്ഞു. പിന്നെ എന്റെ വീട്ടില് പിന്നെ എനിക്കൊരു ഇക്കാക്കാണുള്ളത്. ഇക്കാക്കന്റെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു ഉമ്മ ഒരു വാപ്പ ഒരു ബ്രദർ, ഉമ്മ ഉപ്പ അതേമാതിരി ഇക്കാക്കന്റെ കല്യാണം കഴിഞ്ഞതാണ്. അടുത്ത് പിന്നെ കൊറേ ആൾക്കാർ ചോദിച്ചു പ്ലേസ് ഫാമിലി റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ കൊറേ ആൾക്കാർ ചോദിച്ചു. പിന്നെ തമാശ വീഡിയോകൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി. മക്കളുണ്ടോ? പറഞ്ഞല്ലോ ഓൾറെഡി നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലം ആവുന്നുള്ളൂ കേട്ടോ. നമ്മള് കൊറേ കാലമായിട്ട് കല്യാണം കഴിച്ചിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. മക്കള് ഇതുവരെ ഒന്നുമില്ല. പിന്നെ അതല്ല, അതിന് നമ്മള് ഈ അടുത്തൊരു മോളെ വെച്ചിട്ട് നമ്മൾ ഒരു കണ്ടന്റ് ചെയ്തിരുന്നു. ഒരു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരു കണ്ടന്റ് ചെയ്തിരുന്നു. അത് ജസ്റ്റ് വെറും കണ്ടന്റ് മാത്രമായിരുന്നു. അപ്പൊ അതിനുശേഷം നമുക്ക് കുറെ അത് തന്നെ കമന്റ് വന്നിരുന്നത് നിങ്ങളെ മോളാണോ മകളാണോ എന്നൊക്കെ ചോദിച്ചു വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് നമ്മളൊരു നെയ്ബറാണ്. അപ്പൊ അവർ കണ്ടന്റിന് വേണ്ടിയിട്ട് ആ കുട്ടിയെ ജസ്റ്റ് ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. അപ്പൊ കുറെ ആൾക്കാര് എന്താ പറയാ മകളാണോ ചോദിച്ചു, കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു മകളാണോ എന്നുള്ളത്. നമുക്ക് ശരിക്കും മക്കളില്ല. ഞാൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 കൊല്ലം ആവുന്നുള്ളൂ. പിന്നെ സെൽവ അവരിട്ടതാണ് താത്താടെ സൗണ്ട് വാവ്, ആഷിക്ക എന്നുള്ള വിളി അടിപൊളി, നേരിലും ഇങ്ങനെയാണോ വിളിക്കുന്നത്, ആൻഡ് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, വാവ് അടിപൊളി. അപ്പൊ അല്ലേ ഈ ശരിക്കും പറഞ്ഞല്ലേ കുറെ ആഷിക്ക നമ്മള് വീഡിയോ ഒന്നും കട്ട് ചെയ്യില്ല. കാരണം അത്രയും പ്രാവശ്യം ആഷിക്കാന്ന് വിളിക്കുന്നത് വീഡിയോക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നൊന്നല്ല, നേരിട്ടും അങ്ങനെ തന്നെ. ആഷിക്ക ഒരു സംഭവം പറയുകയാണെങ്കിൽ ഒരു 10 ആഷിക്കെങ്കിലും വരൂ ആഷിക. അത് മാത്രമല്ല ഒരു ടൈമില് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിച്ച് കളിച്ചെടുക്കുന്ന കമന്റ് ഒക്കെ വരാൻ തുടങ്ങി. ചില ആൾക്കാര് പറയും ഫസ്റ്റിലും നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഓരോരുത്തര് ഇങ്ങനെ പറയാൻ തുടങ്ങിയ സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് കുറെ പ്രാവശ്യം ആഷിക വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ ചില കമന്റ് എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ട് കിട്ടി. അതായത് ആഷിക വിളി കേൾക്കാൻ നല്ല രസമുണ്ട്, അടിപൊളിയാണ്, അങ്ങനെ കുറെ കമന്റ് കിട്ടി. അപ്പൊ എന്നാ ഓക്കെ അങ്ങനെ ആക്കാന്ന് വിചാരിച്ചു. പക്ഷെ ചില ആൾക്കാർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നു ഇങ്ങനെ കുറെ ഇങ്ങനെ ആഷിക വിളിക്കുന്ന സമയത്ത്. അപ്പൊ നമ്മളെന്താക്കി പറയുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞു പോകും. പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആഷിക വിളിക്ക് കുറെ കട്ട് ചെയ്യും. നമ്മൾ പറയുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് വീണ്ടും അങ്ങനെ തന്നെ പറയാം ആഷിക നിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെ വീട് എവിടെയാ? രണ്ടാവിടെയും വീട്ടിൽ ആരൊക്കെയുണ്ട്? നമ്മളോട് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഒരു കുട്ടി നമ്മളെപ്പോഴും മറ്റേ ഷോർട്സിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് വീഡിയോയിൽ ഹായ് പറയോ, പിന്നെ ഓളെ നെയിം ഒന്ന് പറയാൻ ചോദിച്ചിരുന്നു. അപ്പൊ നമ്മൾ കണ്ടന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയിട്ട് വരെ. കാരണം നമ്മൾ കണ്ടന്റിൽ അങ്ങനെ നെയിം ഈ ഭാഷ എന്നുള്ള ലെവലാണല്ലോ പോകുന്നത്. റീത. അപ്പൊ കണ്ടന്റിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ വ്ളോഗിൽ ഇപ്പൊ ആ കുട്ടി കാണുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മള് അതില് റിപ്ലൈ കൊടുക്കലുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കലുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ചില ആൾക്കാർക്ക് റിപ്ലൈ കിട്ടാതെ വരില്ല. നമ്മൾ കുറെ ഇങ്ങനെ വരുന്ന സമയത്ത് അതുകൊണ്ടാണ് നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഈ ഒരു Q&A ചെയ്യാന്ന് വിചാരിച്ചത് തന്നെ. കാരണം കുറെ ആൾക്കാർ ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ പ്ലേസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മള് വിചാരിച്ചതാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കാന്നുള്ളത്. അപ്പൊ ആ കുട്ടിക്ക് നമ്മള് ഓൾറെഡി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പറയാന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ അന്ന് നമ്മള് വ്ളോഗ് ചെയ്തില്ല. അടുത്ത വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പിന്നെ അതും പറ്റിയില്ല. അപ്പൊ നമ്മള് വീണ്ടും ഒരു കണ്ടന്റ് തന്നെയും ചെയ്തത്. അപ്പൊ അതിൽ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ ആ കണ്ടന്റിന്റെ താഴെ വന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിരുന്നു. അപ്പൊ എനിവേ ഹായ് റീത. അതേമാതിരി തന്നെ നമ്മളൊരു നെയിം മീറ്റിംഗ് ചലഞ്ച് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് കുറെ പറഞ്ഞു നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യാം. നമ്മളിപ്പോ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഇപ്പം പുറത്തു പോയാലും കുറെ കുട്ടികള് ചെറിയ മക്കള് ഇല്ലേ ആഷിക്ക ഹിഫ്താന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷം. പുറത്തെവിടെയെങ്കിലൊക്കെ ഇപ്പോൾ പോവുകയാണെങ്കിൽ റോഡിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മാളുകളിൽ വെച്ചിട്ടോ കുറെ ആൾക്കാർ അതേമാതിരി കുറെ ഇത്താത്തമാരില്ലേ ഓർക്കൊക്കെ നമ്മളടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യല് കാണലുണ്ട്. വീഡിയോസ് അടിപൊളി വീഡിയോസ് ആണെന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര സന്തോഷം. ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല കേട്ടോ. ഇത്ര ആൾക്കാർ കാണുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടാവുന്നൊക്കെ. ഇപ്പൊ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കുട്ടികളെ കാശിക്കാർക്ക് വിളിക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, മുമ്പൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ പുറത്ത് നമ്മൾ ഓരോരുത്തരും വന്ന് നിങ്ങളെ വീഡിയോസ് കാണുന്ന കൈയൊക്കെ തരുമ്പോൾ
ഭയങ്കര സന്തോഷം. നമുക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ മുമ്പൊന്നും. നമ്മള് പുറത്ത് മുമ്പൊക്കെ പോകുന്ന ആൾക്കാരാ. പക്ഷെ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ശേഷം ഓരോരുത്തർ വന്ന് സംസാരിക്കുമ്പോൾ രസാ. ഭയങ്കര സന്തോഷം തോന്നും. പിന്നെ അതുമല്ല ഏറ്റവും ഒരു കാര്യം നമ്മൾ മറന്നു ശേഷിക്കാം, നമ്മള് 50K അടിച്ച്. അതിന് ഭയങ്കര താങ്ക്സ് കേട്ടോ എല്ലാരോടും. നിങ്ങളെ ശരിക്കും പറയാം, നിങ്ങളെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ആ 50K ഒന്നും അടിക്കാൻ പറ്റൂല അല്ലെ. നിങ്ങളെ ഒരു വലിയ സപ്പോർട്ട് കൊണ്ട് തന്നെ മാത്രമാണ് നമുക്ക് ആ 50K അടിക്കാൻ പറ്റിയത്. അപ്പൊ ഒരുപാട് സന്തോഷം അല്ലെ. താങ്ക്സ് ഫോർ ഓൾ. താങ്ക് യു ഫോർ ഓൾ സബ്സ്ക്രൈബേഴ്സ്. അതേമാതിരി തന്നെ നമ്മളെ ഇൻസ്റ്റയിലും 10K ആവാനായിട്ടുണ്ടല്ലേ. ഇൻസ്റ്റയിലും നമ്മളിങ്ങനെ അതിലും നമ്മൾ ഹാപ്പി ആട്ടോ. കാരണം ഇൻസ്റ്റയിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പൊ 9K കഴിഞ്ഞ് ഇനി പെട്ടെന്ന് തന്നെ 10K ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ കുറെ ആൾക്കാർ നമ്മളോട് പിൻ ചെയ്യാൻ നോക്കിയാറുണ്ട് കമന്റ്. നമ്മൾ മാക്സിമം പിൻ ചെയ്യാൻ പറ്റും, ഒരാളെ പിൻ ചെയ്യാൻ പറ്റൂട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ അടുത്ത പിൻ ചെയ്യുമെന്ന് പറഞ്ഞ സെയിം കമന്റിൽ തന്നെ വേറെ ആള് വന്ന് പറയുന്ന സമയത്ത് മറ്റേ പിന്നിങ് പോയി പോലെ ഒരാളെ പിൻ ചെയ്യാൻ പറ്റുള്ളൂ ടൈമിൽ. അങ്ങനെയാണ് തോന്നുന്നു. ഞാൻ ട്രൈ ചെയ്തപ്പോ അങ്ങനെയാണ് ഒരാളെ പിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമ്മളെന്തായിട്ടും ഇന്നൊരാളാണെങ്കിൽ നാളെ വേറെ ആളാണെന്നുള്ള രീതിയിലൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ നമ്മളെ വീഡിയോയെ കുറിച്ച് പറയണേ ശിക്ക, കുറേ ആൾക്കാർ, കുറേ എന്ന് പറഞ്ഞാല് കുറേ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. വീഡിയോസ് എല്ലാം അടിപൊളിയാണ്. പക്ഷെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അതിലൊന്നും നമുക്ക് പറയാനില്ല. കാരണം നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഓവറാന്ന്, ചില സമയത്ത് അഭിനയം പോരാന്ന്, ഇഷ്ടായില്ല, കണ്ടന്റ് പോരാ, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കൊന്നും പറയാനില്ല. കാരണം അത് ഓരോരുത്തരെ എന്താ പറയാ ഇഷ്ടങ്ങളാണല്ലോ. സെൽഫായിട്ട് അവർക്ക് എന്താണോ തോന്നുന്നത് അതാണല്ലോ അവർ പറയുന്നത്. അത് നമ്മൾ അങ്ങനെ എടുക്കുള്ളൂ. പക്ഷെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇഷ്ടമാണ്, വീഡിയോസ് അടിപൊളി വീഡിയോസ് ഡെയിലി കാണുന്നുണ്ട്, നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, ക്യൂട്ട് കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജ് വരുന്നുണ്ട്. കാണുമ്പോ ഭയങ്കര സന്തോഷല്ലേ. നമ്മള് നെഗറ്റീവ് സത്യം പറഞ്ഞെങ്കിൽ അത് ഓരോ അഭിപ്രായം പറയുന്നേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാം വർക്ക് ആവണമെന്നില്ലല്ലോ. അത് ആ ലെവൽ എടുക്കലുള്ളൂ. പിന്നെന്താ, പിന്നെ നമ്മളെ വീഡിയോസ് കുറെ ആൾക്കാർ റിലേറ്റബിൾ ആയി പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെ തന്നെയാണ്, എന്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ. അങ്ങനത്തെ കുറെ ആൾക്കാർ നമുക്ക് കമന്റ് ഉണ്ട്. ഇപ്പൊ നമ്മളെ Q&Aയില് നമ്മൾ ഓൾമോസ്റ്റ് ചോദിച്ച കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചോദിച്ചതിനനുസരിച്ചുള്ള ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാത്തിനും നമ്മള് റിപ്ലൈ ചെയ്തു. കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മള് പ്ലേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് തന്നെയാണ് അല്ലെ. ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന സെയിം ക്വസ്റ്റ്യൻസ് തന്നെ. അപ്പൊ പിന്നെ ഒരു ഉത്തരമായിട്ട് എല്ലാവർക്കും മനസ്സിലാവല്ലോ. അപ്പൊ എന്തായാലും ഇതുവരെ നമ്മളെ വീഡിയോസിനൊക്കെ തന്ന സപ്പോർട്ടിനൊക്കെ എന്തായാലും താങ്ക്സ്. അതേമാതിരി തന്നെ ഇനിയും മുന്നോട്ടേക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിലേ. ഇപ്പൊ അതല്ല, നമ്മള് കുറെ ആൾക്കാർ ഇങ്ങനെ റെസ്പോണ്ട് ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പുതിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു താല്പര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഇന്ന് വേണോ ആശിക്ക, ഇന്ന് എടുക്കണോ ആശിക്ക എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ഫുൾ ആശിക്കാട്ടോ. ആശിക്കാന്റെ ഒരു ഇതിലാണ് നമ്മളിങ്ങനെ പോകുന്നത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മടിയാ. ഞാൻ വിചാരിക്കും അന്ന് മതി, ഇപ്പൊ നാളെ എടുക്ക വീഡിയോ എന്നൊക്കെ പറയുമ്പോ ആശിക്കാണ് വരാം. ഇപ്പൊ അങ്ങനെ മടിച്ചിരിക്കലേ വാന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുമല്ല അതിങ്ങനെ നിങ്ങളിങ്ങനെ അടിപൊളി വീഡിയോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അതല്ല, എനിക്ക് തോന്നുന്നത് നമ്മള് ഡെയിലി ഇടുന്നതിനെ കൊണ്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ കുറെ ഉണ്ട്. എന്നാലും നമുക്ക് ഒരു ഫീൽ ഉണ്ട് അങ്ങനെ നമ്മള് ഇടുന്ന വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുള്ളത്. അപ്പൊ അത് ഒരു പിന്നെ എന്തെങ്കിലും അത്രയും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഫങ്ഷൻസ്, ഫാമിലി ഫങ്ഷൻ, ഒഴിവാക്കാൻ പറ്റാത്ത ഫങ്ഷൻസ് ഒക്കെ വരുന്ന സമയത്താണ് നമ്മള് സ്കിപ്പ് ചെയ്യുന്നത്. പിന്നെ കുറെ ആൾക്കാർ നമ്മൾ ചോദിക്കുന്നുണ്ട് ബ്ലോഗ് ചെയ്യാൻ. സംഭവം ബ്ലോഗ് നമ്മൾ ചെയ്യുന്നുണ്ട്, 4-5 വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി പിന്നെ വിചാരിച്ച് ഒന്നൊരു നല്ല രീതിയിൽ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ നല്ലൊരു ബ്ലോഗൊക്കെ ആയിട്ട് വരൂലേ. അപ്പൊ അത്രേ ഉള്ളൂ. എന്തായാലും സപ്പോർട്ട് ചെയ്ത് നോക്കാം.